ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ മിന്നൂസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം സ്വാഗതം. അപ്പോൾ നമ്മളിതാ കുറേ ദിവസമായില്ല വീഡിയോ ഒക്കെ ഉണ്ടായിട്ട്, എന്താ ചെയ്യുക, ഇങ്ങനെ ആയിപ്പോയി. അപ്പോൾ വേറെ ഇങ്ങോട്ടല്ല, നമ്മളിപ്പോൾ അപ്രത്യക്ഷമായി കാറിലൊക്കെ, അതും രാവിലെയൊക്കെ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. വേറെ ഒന്നല്ല, നമ്മളിതാ ട്രിപ്പ് പോവുകയാണ്. നമ്മൾ ഏട്ടൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ട്രിപ്പ് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട്, 4:30 ആകുമ്പോൾ ഇറങ്ങി ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു എറണാകുളമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എറണാകുളമൊക്കെ കഴിഞ്ഞ സമയത്തുള്ളതാണ് ഇതൊക്കെ. നമ്മൾ ഏട്ടൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്, വൈഫുണ്ട്, പിന്നെ കുഞ്ഞൂസിനെ അറിയല്ലോ, അതിൻ്റെ കൂടെ അംഗനവാടിയിലൊക്കെ ഉള്ള ഏട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആട്ടോ അവർ. അപ്പം നമ്മളെ പുതിയ ആളാണത്. ഇവരെ കല്യാണം, സോനുട്ടൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ആളാണിത്. അപ്പോൾ പേരും അശ്വതി എന്നാണ് കേട്ടോ. 2 അശ്വതി, എന്താ ചെയ്യുക. അപ്പം ഞാൻ, അനുശേച്ചി, അശ്വതി കേട്ടോ. നമ്മൾ 3 നടുവിലിരിക്കുന്നത്. പിന്നെ ഏട്ടാക്കി ബാക്കിലിരുന്നു, സനേട്ട ഫ്രണ്ടിലുണ്ട്, സോനു വണ്ടി ഓട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ പിള്ളേഴ്സ് 2 ഫ്രണ്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് അവിടെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ ഏകദേശം എത്താനായി തുടങ്ങിയതിൻ്റെയൊക്കെയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. നമ്മളിങ്ങനെ ഓരോ പാട്ടും ഡാൻസൊക്കെ കളിച്ചിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും അവിടെ എത്തണ്ട. കുറച്ച് ദൂരം ഉണ്ട്, ഒരു 6-7 മണിക്കൂറൊക്കെ ഉണ്ട് അങ്ങോട്ട്. നമ്മൾ വേറെ എങ്ങോട്ടല്ല, നമ്മൾ മൂന്നാറിലേക്കാണ് പോകുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ. കൈതച്ചക്കേണ്ടതാലേ ഡാം ഇവിടെ അതാ അല്ല കാണില്ലല്ലോ. ഇവിടെ തുറന്നിട്ടില്ല, കയറി നമ്മൾ താഴേക്കാണ്ട് വീഴൂ. താഴേക്ക് വെള്ളത്തിൽ വീഴുവേ. മാമീന്റെ കൈ പോയി പിടിച്ചോ. ഇവിടെ അതൊരു സാധനം ഉണ്ടല്ലേ. ഇവിടെ നല്ല സ്ഥലം. എന്തൊരു സന്തോഷം അമ്പോ. അപ്പോൾ നമ്മൾ നേരെ മൂന്നാറൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് മൂന്നാറിലേക്ക് വരുന്ന ആ ഭാഗത്ത് തന്നെ ഉള്ളതാണ് ഡാം കേട്ടോ. ഒരു ഡാമിൽ അവിടെ കയറി, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ളതാണ് ഇവിടെ കളിക്കുന്ന സംഭവമൊക്കെ പിള്ളേഴ്സിന് കേട്ടോ. അപ്പോൾ ഇവിടെ കയറി ഫുള്ള് കളിയായിരുന്നു. അതൊന്നിലും കയറുന്നില്ല, കയറിയിട്ട് പകുതി വരെ പോയിട്ട് ഇങ്ങോട്ട് വരും. ആൾക്ക് നല്ല പേടി കേട്ടോ. പേടിത്തൊണ്ടെന്ന് പറഞ്ഞാൽ അമ്മമാരുടെ പേടിത്തൊണ്ടെന്ന് ഞാൻ ലോകത്ത് കണ്ടിട്ടില്ല. എന്താ ചെയ്യുക, അങ്ങനെയൊക്കെ ആയിപ്പോയില്ലേ. അപ്പോൾ അങ്ങനെ പോണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഏകദേശം പോന്നു. കുറച്ചേരൊക്കെ അവിടെ കളിച്ച് നമ്മളിതാ ഇറങ്ങിയിട്ട്, നമ്മൾ ഈ നേരത്തേക്ക് എത്തിയാലേ നമുക്ക് റിസോർട്ടിലേക്ക് എത്തുള്ളൂ. നമ്മൾ റിസോർട്ട് എടുത്തിട്ടുണ്ട്, അപ്പോൾ അവിടേക്ക് എത്തണം. ഒരു ഏകദേശം 11:30 ആയിട്ടുണ്ട് കേട്ടോ. ഒരു 12 മണിക്ക് ആയിട്ടുണ്ടാവും, 12:30 ആയിട്ടുണ്ടാവും. നമ്മളിങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഫുള്ള് ബ്ലോക്കും നല്ല തണുപ്പും അടിപൊളിയായിരുന്നു അവിടെ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ വീഡിയോ കാണുമ്പോഴേ നമ്മൾ ഭയങ്കര മിസ് ചെയ്യും. ഇങ്ങനെ ഇപ്പോൾ ഞാൻ ഈ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര മിസ്സിങ് ആണ് ഇവിടെ. ഒരുപക്ഷെ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ട്രിപ്പ് തന്നെ പ്ലാൻ ചെയ്തത് തന്നെ. 2 ദിവസത്തിനുള്ളിൽ പ്ലാൻ ചെയ്തു, ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ റിസോർട്ടൊക്കെ ഫുള്ളായിരുന്നു. നമ്മളെ ബുക്ക് വയ്ക്കുന്ന പൂജ, അങ്ങനെ ഒരു 3-4 ദിവസം അടുപ്പിച്ച് ലീവ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഫുള്ള് ബുക്കിങ്, റിസോർട്ട് ഫുള്ള് ബുക്കിങ്. നമുക്ക് ഒറ്റൊരു ദൂരമായിരുന്നു. അങ്ങനെ ഭാഗ്യത്തിലാണ് നമുക്ക് കിട്ടിയത്. അത് കിട്ടിയത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് കിട്ടിയപ്പോൾ പെട്ടെന്നുള്ള ട്രിപ്പായിപ്പോയി. അപ്പം നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല, അടിപൊളിയായിരുന്നു. ഒരുപാട് ഇഷ്ടമായി. നമ്മളെല്ലാവർക്കും ഒരു മിസ്സിങ് ആയിരുന്നു. നമ്മൾ അന്നവിടെ നിൽക്കണം എന്നുള്ളൊരു നിന്ന് പിറ്റേ ദിവസം തന്നെ ഇങ്ങോട്ട് പോകുന്നു. പക്ഷേ പിറ്റേ ദിവസം അവിടെ നിൽക്കണം എന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു. അത്രയ്ക്ക് നമ്മൾ അടിപൊളിയായിരുന്നു കേട്ടോ. കുറച്ചുള്ളായിരുന്നു, പക്ഷേ നമ്മൾ കുറേ സമയം നമ്മൾ കാറിൽ തന്നെ സ്പെൻഡ് ചെയ്തു. നമ്മൾ ഒരുപാട് കാഴ്ചകൾ കണ്ടു. അപ്പോൾ ഇവിടുത്തെ തണുപ്പും നമ്മൾ ഒരുപക്ഷെ നമ്മൾ അതിനോട് പൊരുത്തപ്പെട്ട് കാണാമായിരിക്കും. നമുക്കിങ്ങനെ
നിൽക്കാൻ പിന്നെ നിൽക്കാനുള്ളൊരു തോന്നുന്നു. പക്ഷേ നമുക്ക് അതിനുള്ള സാഹചര്യം ഒത്തു വന്നില്ല. അപ്പം പോന്നു. അതാണ് ഉണ്ടായത് കേട്ടോ. അത് അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. നമുക്ക് നല്ല രസമില്ലേ? അടിപൊളി എന്ന് പറഞ്ഞാൽ എന്ത് രസമായിരുന്നു അറിയോ? കാണാൻ തന്നെ നല്ല ചൂട്. വെയിലിറക്കുന്നുണ്ട്, പക്ഷെ നല്ല തണുപ്പാണ് കേട്ടോ. വെയിൽ തണുപ്പെല്ലാം കൂടിയായിരുന്നു. മഞ്ഞിങ്ങനെ ഉണ്ടാവും, മഞ്ഞിങ്ങനെ ഇങ്ങനെ വരികയാണ്. ഇപ്പോൾ സമയം ഒരു 12 മണി സമയമാണ്. പക്ഷേ കാണുമ്പോൾ നമ്മളൊരു രാവിലെ പൊലിച്ചുള്ള 7 മണി ആ സമയമൊക്കെ കാണുന്ന പോലെ, 7 മണി അല്ലെങ്കിൽ വൈകിട്ടൊക്കെ കാണുന്ന പോലെ എന്ത് രസമായിരുന്നു അറിയോ? നമ്മൾ പിന്നെ നമുക്ക് കാണാൻ തോന്നും നമ്മൾ ഈ ഒരു ഭംഗികളൊക്കെ ഉണ്ട്. അതാണ് ഞാൻ വീഡിയോ തന്നെ എടുക്കാനുള്ള തീരുമാനം. അങ്ങനെ നമുക്ക് ഒരു ഇങ്ങനത്തെയൊക്കെ ഓരോന്ന് നിങ്ങളും കൂടി കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെ ട്രിപ്പിൻ്റെയും നമ്മൾ അടിച്ചു പൊളിക്കുന്നതൊക്കെ നിങ്ങളും കൂടി കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതിൻ്റെ ഇടയിൽ നമ്മളൊരു പാർക്കിലവിടെ ഇറങ്ങി കേട്ടോ. പാർക്കിലല്ലായിരുന്നു, ഒരു മറ്റേ കുന്ന് പോലത്തെ ഒരു മല, അവിടെ നമ്മൾ കയറി ജസ്റ്റ് ഇറങ്ങിയപ്പോൾ അവിടേക്ക് പോയിട്ടൊന്നുമില്ലായിരുന്നു. അവിടുന്ന് നമ്മൾ മാങ്ങയൊക്കെ വാങ്ങിച്ച് കഴിച്ചതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ റിസോർട്ടിലേക്ക് എത്താനായിട്ടുണ്ട്. റിസോർട്ടിൻ്റെ ബാക്ക് ഭാഗമാണ് കേട്ടോ. ഇവിടെയാണ് വണ്ടി നിർത്തേണ്ടത്. ഇവിടെ നിർത്തിയിട്ട് പിന്നെ താഴേക്ക് ഇറങ്ങി പോകലാണ് നമ്മൾ. അടിപൊളിയായിരുന്നു കേട്ടോ. ഇതാണ് നമ്മളെ റിസോർട്ട്. ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഫ്രണ്ടൊക്കെ വരുന്നത്. ഫ്രണ്ടിൽ 2 മറ്റേ ചെയർ പോലത്തെ പേരിക്കിരിക്കുന്നത്. അപ്പോൾ ഇതാ സിറ്റ് ഔട്ട്. എല്ലാവരും വന്നിങ്ങനെ കയറി സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണ തിരക്കിലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിള്ളേഴ്സിനെയൊക്കെ കയറ്റി സാധനങ്ങൾ കയറ്റി നമ്മൾ ഉള്ളിലേക്ക് കയറ്റി. അതിൻ്റെ ഇടയിൽ നമ്മൾ റിസോർട്ട് തന്ന ഓണർ അതിനായിട്ട് സംസാരിക്കാനായിരുന്നു കാര്യങ്ങളൊക്കെ. അപ്പം 3 റൂമാണ് കേട്ടോ കയറി വന്ന്. ഇതാണ് ഞങ്ങൾ എടുത്തിരുന്ന റൂം. ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. കണ്ണാടിയാണ് കേട്ടോ ഹൈലൈറ്റ്. കണ്ണാടി അടിപൊളിയായിരുന്നു. പിള്ളേഴ്സ് വന്നതാ കളി തുടങ്ങിയിട്ടുണ്ട് അവിടെ ബെഡിലേക്ക് കയറി. ഇവിടെ അനുഷേച്ചിയും സനുവേട്ടനായിരുന്നു കേട്ടോ. ഒരു റൂം ഇവിടെ ഇരുന്നു. പിന്നെ അപ്പുറത്ത് സോനും അശ്വതി കേട്ടോ. അതാ അടുക്കള, ഹാള്, ഒരു വീടാണ് കേട്ടോ സംഭവം. അടിപൊളി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്പോ ഇവിടെ ഫാനും വേണ്ട AC വേണ്ടാത്തൊരു കാലാവസ്ഥയാണ് കേട്ടോ. അമ്മാരി അടിപൊളി തണുപ്പായിരുന്നു. പക്ഷെ ഫാൻ ഉണ്ടായിരുന്നു. ഫാന് നമ്മൾ ഒന്നിലൊക്കെ ഇട്ടാലും വലിയ തണുപ്പ് പോലെ നമുക്ക് തോന്നുന്നത്. ഇവിടെ ഒരു കിച്ചണുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വരുന്നതിന് മുന്നേ വേറൊരു പാർട്ടി വന്ന് പോയിട്ടുള്ളൂ. നമ്മൾ പോയാൽ പിന്നെ വേറൊരു പാർട്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രയ്ക്കും ഇവിടെ ബുക്കിംഗ് ആണ്. നല്ലൊരു ഏരിയ കേട്ടോ. നല്ലൊരു നമ്മൾ വീട്ടിലെങ്ങനെ നിൽക്കണം അതുപോലെ തന്നെ കേട്ടോ. ഇവിടെ ചായ ഉണ്ടാക്കാനുള്ളതും ചായപ്പൊടിയും ഉപ്പും പഞ്ചസാരയും എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ റിസോർട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ റെസ്റ്റ് എടുക്കുകയാണ്. ഇനിയിപ്പോൾ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തേക്ക് പോകണം. നമ്മൾ ഫുഡ് കഴിച്ചു. പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചിട്ടോ. സാധാ ചോറ്, കറി, പിന്നെ ബീഫ് കറിയാണ് തോന്നുന്നത് അത്, പിന്നെ മീൻ പൊരിച്ചതൊക്കെ ആയിരുന്നു ഫുഡ്. അതൊക്കെ കഴിച്ചു. അപ്പോൾ ഏട്ടന്മാർ പുറത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഒരാൾ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. 2 ആൾ പുറത്തേക്ക് പോയിരിക്കുക. സനുവേട്ടനും അഗിയും കൂടി പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഞങ്ങളിവിടെ അങ്ങനെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് പിള്ളേരിന് കാർത്തൂക്ക് ഇട്ട് കൊടുത്ത്, ഫോണിൽ കാർത്തൂക്ക് ഇട്ട് കൊടുത്തിട്ട് ഞങ്ങളിവിടെ ഇങ്ങനെ പുറത്തത്തെ ഇങ്ങനെ വ്യൂ ആസ്വദിക്കുകയാണ്. അടിപൊളിയാണ്, സെറ്റാണ്. നമുക്കിങ്ങനെയാണല്ലോ ഒരു റിലാക്സേഷനൊക്കെ വേണമല്ലോ. അപ്പോൾ അത് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു റിലാക്സേഷനായിട്ട് ഇങ്ങനെ പോകണം. കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. വീഡിയോ എടുക്കണേ. അപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്നുണ്ട്. ഇനി ഇവിടെ ഞങ്ങളിങ്ങനെ ഓരോ കഥകളൊക്കെ പറയുമായിരുന്നു കേട്ടോ. അങ്ങനെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. അതൊക്കെ കഴിഞ്ഞ് നമ്മളതായിട്ടുള്ള ഇങ്ങനെ കാര്യങ്ങളൊക്കെ വർത്താനം പറഞ്ഞു. അവർ വന്നു കേട്ടോ. അവർ പുറത്ത് പോയി. അവർ അധികം നേരം പുറത്തേക്ക് പോയിട്ടില്ല. അവരിങ്ങനെ ഓരോ ഫുഡിൻ്റെ ഹോട്ടലൊക്കെ എവിടെയാണ് എന്നൊക്കെ ഉള്ളത് കണ്ടുപിടിക്കാൻ കേട്ടോ. നമുക്ക് രാത്രിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ അതൊക്കെ നോക്കാൻ വേണ്ടി അവർ പുറത്തേക്ക് പോയതായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ അടിപൊളിൻ്റെ ഇടയിൽ എവിടെയോ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഇതിങ്ങനെ കണ്ട് സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ. അയാൾ പറഞ്ഞു ഇവിടെ താഴെ എവിടെയോ ഉണ്ട്. നമ്മുടെ ഓണർ പറഞ്ഞു താഴെ എവിടെയോ ഉണ്ട് ചെറുതായിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിതാ ഒരു 7 മണി ആയിട്ടുണ്ട്. നമ്മളിവിടെ തന്നെ ആഘോഷം കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മുടെ കൂടെയുള്ള ഏട്ടൻ്റെ ഫ്രണ്ട് സോനുവിന് ഒരു ഫസ്റ്റത്തെ ഹണിമൂണായിരുന്നു. അപ്പോൾ നമ്മൾ അവരത് കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ചു. അതിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ അവർ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയിരിക്കുക. നമ്മൾ റൂമിൽ എല്ലാവരും റൂമിലുണ്ട്. എല്ലാവരും അടിപൊളിയായിട്ട് ഇങ്ങനെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിച്ചിങ്ങനെ സെറ്റായിരിക്കുകയാണ്. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നത്.
അപ്പോൾ ഗായ്സ്, ഇന്നലത്തെ ആഘോഷം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനിതാ രാവിലെ എണീച്ചു. ആരും എണീച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഓഫീസിൽ പോകുന്ന ആ സമയമാകുമ്പോൾ അപ്പം എണീക്കും. അങ്ങനെ ഒരു ഇപ്പോൾ ശീലമായിട്ടുണ്ട്. ഒരു 7 മണീൻ്റെ ഉള്ളിൽ എണീക്കും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എന്തോ ഇങ്ങനെ നമ്മൾ പിന്നെയും ഇങ്ങനെ ഒന്ന് ഉറക്കയ്ക്ക് ഇതാവണം. നമ്മൾ വേറൊരു സ്ഥലത്താകുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ എണീക്കും. അങ്ങനെയൊക്കെ ഒരു ഇതാണ്. അപ്പോൾ തന്നെ എണീച്ചപ്പോൾ എല്ലാവരും ഉറക്കിലാണ്. ഞാൻ പിന്നെ കുറച്ച് നേരം ഡൈനിങ് ഹാളിൽ വന്നിരുന്ന് സിറ്റ് ഔട്ടിലൊക്കെ വന്നിരുന്ന് ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരം വെള്ളമൊക്കെ കുടിച്ച് അവിടെ ഇരുന്ന്. ലോക്ക് തുറന്നിട്ട് കിട്ടില്ല കേട്ടോ. പുറത്തത്തെ വ്യൂ ഒക്കെ എങ്ങനെയാണെന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലോക്ക് തുറക്കുകയാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. ഇന്നലെ നല്ല ആഘോഷിച്ച്. പിന്നെ ഇന്നിപ്പോൾ സെറ്റാക്കണം എന്നിങ്ങനെ വിചാരിച്ച് മനസ്സിലിങ്ങനെ ഓരോന്നിങ്ങനെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കാം കേട്ടോ. അപ്പോൾ അതാ എന്താ അടിപൊളിയായിരുന്നു അറിയാം. പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക. അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പും. ഏട്ടനും അതൊക്കെ നല്ല ഉറക്കമാണ് കേട്ടോ. ഞാനിങ്ങനെ വന്ന് പുറത്തേക്ക് വന്ന് ഞാൻ ഒറ്റയ്ക്ക് വന്നതാണ്. പുറത്ത് വന്ന് ഇങ്ങനെ ആസ്വദിക്കാൻ എന്ത് രസമാണ്. നമ്മൾ ഒരുമിച്ച് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കണം. ഒരുമിച്ച് ഇരിക്കുമ്പോൾ ആ ഒരു ഇതുണ്ട്. ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് ആലോചിക്കുക. പക്ഷെ എനിക്ക് ഏട്ടനും വേണം കേട്ടോ കൂടെ. ഏട്ടനും ഞാനും കൂടി ആകുമ്പോൾ അങ്ങനെയൊക്കെ നല്ല ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ഇരിക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ഇരുന്ന് ഓരോന്നൊക്കെ ഇങ്ങനെ നോക്കി. പുറത്തേക്കൊക്കെ നല്ല തണുപ്പാണ്. പുകട്ട പോലില്ലേ. എന്നാൽ അങ്ങനെയാണ്. നമ്മൾ അത്രയ്ക്ക് മഞ്ഞാണ്. ഇങ്ങനെ നല്ല തണുപ്പും അടിപൊളിയായിരുന്നു. നല്ലൊക്കെ പുതപ്പൊക്കെ നമുക്ക് പുതപ്പിട്ടിട്ടും നമുക്ക് നല്ല തണുപ്പാണ്. അങ്ങനെയായിരുന്നു. ഇത് കാലാവസ്ഥ അങ്ങനെയാണല്ലോ. മഴയും അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ അതാ അതിൻ്റെ ഇടയിൽ എനിക്കൊരു കുരു രാവിലെ എണീച്ചപ്പോൾ നെറ്റിയും ഒരു വലിയ ആനക്കുരു കണ്ടോ. പിന്നെ അത് പൊട്ടിച്ചിട്ടോ. അപ്പോൾ പൊട്ടിച്ചിട്ടല്ലേ ഞാൻ ഇങ്ങനെ അതിങ്ങനെ വലുതായിട്ട് ഇങ്ങനെ ഉദിച്ചിങ്ങനെ നിൽക്കുക. അപ്പോഴേക്ക് എന്തോ പോലെയാവുക. അപ്പോൾ ഞാനത് പൊട്ടിച്ച്. അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഒരു ഫോട്ടോ എടുക്കാൻ നേരത്തെ അപ്പം ഉണ്ടാവും കുരു. അതുണ്ടോ. പുറത്തത്തെ വ്യൂ ഒന്ന് നോക്ക് മക്കളെ. എന്താ അടിപൊളി അറിയോ. ആർക്കെങ്കിലും ഈ റിസോർട്ടിൻ്റെ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. ജസ്റ്റ് കമൻ്റ് ഇട്ടാൽ മതി. ഞാൻ അയച്ചു തരുന്നുണ്ട് കേട്ടോ. റിപ്ലൈ തരുന്നുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞാൽ മക്കളെ ഇതുപോലെ അടിപൊളി ഒരു സംഭവമില്ല. നമ്മളൊരു 3 ആൾക്കാർക്കൊക്കെ വന്നു. 3 ആൾക്കാർക്ക് നമ്മൾ ഫാമിലി ആയിട്ട് വന്നിട്ട് സിറ്റ് ഔട്ടിലും ഡൈനിങ് ഹാളിലും സോഫയും കാര്യങ്ങളൊക്കെ ഉള്ള. അപ്പോൾ നല്ല സുഖം. നമുക്കിപ്പോൾ ഫാമിലി ആയിട്ട് വന്നിട്ട് അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഇവിടെ. എന്നാൽ നമ്മൾ സേഫാണ് നമ്മളിവിടെ കേട്ടോ. സേഫ് പറഞ്ഞാൽ നല്ല അടിപൊളിയാണ്. നമ്മൾ കേക്കൊക്കെ മുറിച്ചിരുന്നു കേട്ടോ. തലേ ദിവസം കേക്കൊക്കെ മുറിച്ച്. എന്നാൽ നമ്മളെ സോനുവിൻ്റെയും അശ്വതിൻ്റെ ഫസ്റ്റ് ഹണിമൂണായിരുന്നു. അപ്പോൾ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. എന്നിട്ട് കേക്ക് പുറത്തുള്ള അതിൻ്റെ വീട്ടിന് തൊട്ടടുത്ത് തന്നെ ഒരു ചേച്ചീൻ്റെ വീടുണ്ട്. അവിടെ കൊണ്ടുപോയി കൊടുത്തു. അവിടെ പിള്ളേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പറ്റികളൊക്കെ കൊണ്ടുപോയി കൊടുത്തു. പറ്റികളൊക്കെ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഞാനിതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്താണെന്നുള്ളത് വീഡിയോ സൗണ്ട് കിട്ടിയില്ല. അതാണ് ഞാൻ പിന്നെ ഓൺ വോയിസ് എടുത്തത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയോ പറയുകയാണ്. എന്താണെന്നുള്ളത് എനിക്കും അറിയില്ല. ഇനി രാവിലെ എണീക്കണം. രാവിലെ ഇനി ചായ ഉണ്ടാക്കണം. എല്ലാവരും എണീച്ച് വന്നതിന് ശേഷം ചായ ഉണ്ടാക്കണം. പിന്നെ ചായ കുടിക്കുക, ഫ്രഷപ്പ് ആവുക. 10 മണീൻ്റെ ഉള്ളിൽ നമ്മൾ പോകണം. 10 മണി വരെയാണ് നമ്മളെ സമയം. 10 മണീൻ്റെ മുന്നിൽ പോകണം. അപ്പോൾ അതെല്ലാവരും മാറ്റി സെറ്റ് ആവണം എന്നുള്ളതൊക്കെ ഞാൻ അങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് എല്ലാം ശരിയാക്കണം. പിള്ളേഴ്സിനെ എണീപ്പിക്കണം, കുളിപ്പിക്കല്ല മേളിൽ കൊടുക്കട്ടെ. വെള്ളം മാറിക്കഴിഞ്ഞാൽ ജലദോഷം പനി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് പിന്നെ നാട്ടിൽ പോയാൽ നമുക്ക് 8ൻ്റെ പണി കിട്ടും മക്കളെ. ഒരു മാസം നമ്മൾ പിന്നെ ഹോസ്പിറ്റലിൽ നടക്കേണ്ടി വരും പിള്ളേഴ്സിനായിട്ട്. അപ്പോൾ ഞാൻ മേലേകലേ ഉള്ളൂ. ചൂടുവെള്ളം ഉണ്ട് കേട്ടോ. ചൂടുവെള്ളം തണുത്ത വെള്ളം ഉണ്ട്. അപ്പം ചൂടുവെള്ളത്തിൽ
മെലി കൊടുക്കാമെന്ന് വിചാരിച്ച്. അതൊക്കെ എങ്ങനെ പറയുക, ആദൂനൊക്കെ പറഞ്ഞാൽ ആദൂന് തണുപ്പ് തീരെ പറ്റില്ല. അപ്പം ഓവർ ചൂടുമല്ല ഓവർ തണുപ്പുമല്ല, അങ്ങനെ ആക്കിയിട്ട് സെറ്റാക്കിയിട്ട് കുളിപ്പിക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് എല്ലാവരും ഫ്രഷപ്പായി. അപ്പോൾ നമ്മൾ പോവുകയാണ് കേട്ടോ. നമ്മളിനി അടുത്ത കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മളെ റിസോർട്ടിൽ നിന്ന് പോകുന്നു കേട്ടോ. അവിടെ ബൈ ബൈ ഒക്കെ പറഞ്ഞു. നമ്മളെ ചേട്ടനോട് ബൈ ബൈ ഒക്കെ പറയുന്ന തിരക്കിലാണ്. എങ്ങോട്ടാണ്, എവിടേക്കാണ്, എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ അവരോട് ചോദിച്ചറിയുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏറ്റവും ബാക്കിലായിരുന്നു കേട്ടോ. ബാക്കിൽ കുറച്ചേരം ഇരിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ബാക്കിൽ ഇങ്ങനെ ഓരോന്നൊക്കെ കണ്ടിങ്ങനെ പോവാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ നേരെ പൈൻ ഫോറസ്റ്റിലേക്കാണ് വന്നത്. ഇവിടെ അടിപൊളി പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മളൊരു വട്ടം ഇവിടെ വന്നതാണ്. നമ്മൾ മറ്റേ നാളെ ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നല്ലോ ചേച്ചീൻ്റെയൊക്കെ കൂടെ. അപ്പോൾ ഇവിടെ വന്നിരുന്നു. പക്ഷേ നമ്മൾ അന്ന് വരാത്ത കുറേ സ്ഥലത്ത് നമ്മൾ പോയി കേട്ടോ. അത് കുറേ വീഡിയോ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റിയില്ല. നമ്മളെ ഫോണ് ഫുള്ളായിരുന്നു, നമ്മളെ സ്റ്റോറേജ് ഫുള്ളായിരുന്നു. അപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. എന്നാലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ വന്ന സമയത്ത് പകുതി നമ്മൾ റിട്ടേൺ ഓടി, മഴ പെയ്തിട്ട് കേട്ടോ. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ അടിച്ച് പൊളിച്ചിട്ടുണ്ട്. ഫോട്ടോ ഒക്കെ എടുത്ത് അടിപൊളി പറഞ്ഞാൽ എല്ലാവരും ഫോട്ടോസും എടുത്തിട്ടുണ്ട്. നമ്മൾ കപ്പിൾ ഫോട്ടോ, ഫാമിലി ഫോട്ടോ, ഫ്രണ്ട്സ് എല്ലാവരും കൂടി എല്ലാവരും അടിപൊളിയായിട്ടുള്ള ഫോട്ടോ, പിള്ളേഴ്സിൻ്റെ ഫോട്ടോ എല്ലാം എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം നമ്മളിവിടെ വേറെ സ്ഥലത്ത് വന്നു. അവിടെയൊക്കെ കുറച്ച് കണ്ടു. നമ്മൾ ഫുഡ് കഴിക്കാൻ വിശപ്പിൽ പോവുകയാണ് കേട്ടോ. നമ്മൾ കാറ് നിർത്തിയോടത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ കുറച്ച് കണ്ടതിന് ശേഷം നമ്മളെ വണ്ടി അവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ പോകണം. അപ്പോൾ അതിനുള്ള ഇതിലാണ് കേട്ടോ. അതിനിടയിൽ മറ്റേ ഓരോ കാഴ്ചകൾ ഞാനിങ്ങനെ കാണിച്ചു തരികയാണ് കേട്ടോ. അവിടെയൊക്കെ ഫുള്ളാണ് കേട്ടോ. അവിടെ ഒന്നും ഫുഡ് തന്നെ അല്ലേ. നമ്മളൊരു സ്ഥലത്ത് കയറിയിട്ട് അവിടെയൊക്കെ ഫുഡ് കഴിഞ്ഞു. നമ്മൾ ഫുഡ് കഴിക്കാൻ തന്നെ 3 മണി 4 മണിക്ക് ആയിട്ടുണ്ട്. നമ്മളവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ പോകുന്ന അടിപൊളി സ്ഥലങ്ങളായി മക്കളെ, കണ്ടിട്ട് കൊതി തീരൂല. നല്ല പാട്ട് നമുക്ക് പാടാൻ പറ്റും. ഓ മേലേക്കൊക്കെ പ്രതീക്ഷ ഇടല്ല കേട്ടാ. അടിപൊളിയില്ലേ. എൻ്റെ പൊന്നു മക്കളെ, ജീവുണ്ടെങ്കിൽ നമ്മളെ നാട്ടിലെ ഫുഡല്ലാണ്ട് പുറത്തത്തെ ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. അമ്മാരിത്തെ ദുരന്തം എന്ന് പറഞ്ഞാൽ ഇമ്മാരിത്തെ ദുരന്തം ഞാനുള്ള ചോറ് ഞാൻ തിന്നിട്ടില്ല. ബിരിയാണിയാണ് പോലും. നമ്മളെ ബിരിയാണി എന്താണെന്നുള്ളത് ഇവർക്ക് അറിയില്ല തോന്നണം. എന്ത് ദുരന്തം ബിരിയാണി അറിയോ. മറ്റേ നമ്മളെ മന്തി റൈസ് ഉണ്ടല്ലോ, മന്തി റൈസിൻ്റെ മറ്റേ എന്തായാലും പറയുക, ആ അരി, മന്തി റൈസിൻ്റെ അരി, ആ അരി വെച്ചിട്ട് ബിരിയാണിയിലേക്ക് മുട്ട, ചിക്കൻ ഉണ്ട്. പക്ഷേ എന്ത് മസാലയ്ക്ക് എന്താ ഒരു ഉദ്ദേശം, എനിക്കത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്കിങ്ങനെ പുറത്തേക്ക് ഛർദ്ദിക്കാൻ വരിക. അമ്മാതിരി ദുരന്തം. നമ്മൾ 3 മണി 4 മണി ആവാൻ നേരത്താണ് നമ്മൾ ഭക്ഷണം കഴിക്കണത്. കഴിച്ചത് പാറ്റ മോശം. കണ്ടോ, എൻ്റെ മുഖം കണ്ടോ മനസ്സിലാവും നിങ്ങൾക്ക്. ദുരന്തം എന്ന് പറഞ്ഞാൽ അമ്മാതിരി ദുരന്തമില്ല. നമ്മൾ പിന്നെ അവിടെ നിൽക്കാമെന്ന് വിചാരിച്ച് നമുക്ക് നിൽക്കാൻ പറ്റിയില്ല. റിസോർട്ടൊന്നും കിട്ടിയില്ല. നമ്മൾ റിട്ടേൺ പോന്നു. നമ്മൾ പെട്രോൾ പമ്പിൽ നിർത്തി. നമ്മൾ വാഷ്റൂമിൽ കയറി ഒന്ന് ഫ്രഷായി ബാത്റൂമിലൊക്കെ പോയി. അപ്പോൾ അതവിടെ പുറത്ത് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചൊരു പെരുമ്പാവൂരൊക്കെ എത്താൻ ചാലക്കുടി തൃശ്ശൂരെത്തിയപ്പോൾ നമ്മൾ കുറച്ച് ഫുഡ് നല്ല പോലെ ഉള്ളൊരു ഡീപ്പ് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച്
അപ്പം തന്നെ കഴിച്ച് ഫുള്ള് ദുരന്തം എന്ന് പറഞ്ഞാൽ അമ്മ ഇത് ദുരന്തം ആരും കഴിക്കാണ്ടിരിക്കട്ടെ. അപ്പോൾ ശരി ഗൈസ്, നമ്മളെ നാട്ടിലേക്ക് പോന്നിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.